നമസ്കാരം. നിങ്ങൾ കാണുന്നത് ന്യൂസ് 24 ഗ്രീൻ അലർട്ട്. ഞാൻ മുഹമ്മദ് അഷ്മൽ. ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക്. ഭൂമിയിലെ ചൂട് ദിനം പ്രതി വർദ്ധിക്കുന്നു. പല നദികളും മലിനമാകുന്നു. മരങ്ങളുടെ എണ്ണം കുറയുന്നു. പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ പ്രകൃതിയുടെ വിവിധ ഭാഗങ്ങൾ നമ്മളോട് നേരിട്ട് പ്രതികരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി നമ്മുടെ റിപ്പോർട്ട് സ്ഥലത്തുണ്ട്. ഞാനിപ്പോൾ പ്രകൃതിയുടെ ഹൃദയഭാഗത്താണുള്ളത്. എൻ്റെ കൂടെ നിരവധി വർഷങ്ങളായി മനുഷ്യന് നീലും ശുദ്ധവായും നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മരം ഉണ്ട്. ഈ മരത്തിന്റെ പ്രതികരണം നമുക്ക് കേൾക്കാം. മരമേ, ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഞാനൊരു മരം മാത്രമല്ല, ഭൂമിയുടെ ശ്വാസകോശത്തിന്റെ ഭാഗമാണ്. ഞാൻ ദിവസവും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും മനുഷ്യർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജൻ നൽകുകയും ചെയ്യുന്നു. കടുത്ത വേനലിൽ ഞാൻ തണൽ നൽകുന്നു, വിശന്നവന് പഴം നൽകുന്നു, പക്ഷികൾക്ക് വീടും നൽകുന്നു. പക്ഷി ഇന്ന് എന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വികസനത്തിന്റെ പേരിൽ അനേകം മരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നു. ഒരു മരം വളരാൻ വർഷങ്ങൾ വേണ്ടിവരും. പക്ഷെ അത് മുറിച്ചു മാറ്റാൻ ഏതാനും മിനിറ്റുകൾ മാത്രം മതിയാകും. ഓരോ മരം വീഴുമ്പോഴും പ്രകൃതിക്ക് ഒരു മുറിവാണ് ഉണ്ടാകുന്നത്. ഞാൻ ഒരു കാര്യം കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ചെറിയ തൈ നാളെയുടെ വലിയ മരമായി മാറും. അത് നിങ്ങളെയും നിങ്ങളുടെ ഭാവി തലമുറകളെയും സംരക്ഷിക്കും. ഇനി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ലോകത്തേക്ക് പോകാം. നമസ്കാരം. ഞങ്ങൾ ഈ ഭൂമിയിലെ അനേക പക്ഷികളുടെ പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. രാവിലെ കേൾക്കുന്ന മനോഹരമായ പാട്ട് ഞങ്ങളുടേതാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ സന്തോഷത്തിലല്ല. മരങ്ങൾ കുറഞ്ഞതോടെ ഞങ്ങളുടെ കൂടുകൾ ഇല്ലാതാകുന്നു. ഞങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. വിത്തുകൾ പരത്തുന്നു, കീടങ്ങളെ നിയന്ത്രിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് ജീവിക്കാൻ സുരക്ഷിതമായ ഇടങ്ങൾ ആവശ്യമാണ്. കുട്ടികളെ, മരങ്ങൾ നട്ടുപിടിപ്പിക്കൂ, പക്ഷികൾക്കായി വെള്ളം വയ്ക്കൂ. ഞങ്ങളെയും ഈ ഭൂമിയുടെ ഭാഗമായി കണ്ട് സ്നേഹിക്കൂ. ഇനി നമുക്ക് മഴയുടെ പ്രതികരണം കേൾക്കാം. ഞാനാണ് മഴ. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവൻ നൽകുന്നത് ഞാൻ തന്നെയാണ്. മരങ്ങളും വനങ്ങളും നദികളും ആരോഗ്യകരമായി നിലനിൽക്കുമ്പോൾ ഞാൻ കൃത്യമായി എത്തും. എന്നാൽ ഇന്ന് കാലാവസ്ഥ വ്യതിയാനം വലിയ പ്രശ്നമായിരിക്കുന്നു. മരങ്ങളില്ലാതാകുമ്പോൾ മഴയുടെ ക്രമം മാറുന്നു. ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയും ചില സ്ഥലങ്ങളിൽ കടുത്ത വരൾച്ചയും ഉണ്ടാകുന്നു. പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ പ്രകൃതി മനുഷ്യനെ സംരക്ഷിക്കൂ. അതുകൊണ്ട് എല്ലാവരും പ്രകൃതി സംരക്ഷണത്തിൽ പങ്കാളികളാവണം. വളരെ പ്രധാനപ്പെട്ട സന്ദേശം. ഇനി നമുക്ക് നദിയുടെ പ്രതികരണം കേൾക്കാം. ഞാനാണ് നദി. നൂറ്റാണ്ടുകളായി മനുഷ്യ സംസ്കാരങ്ങളെ വളർത്തിയെടുത്തത് എന്റെ തീരങ്ങളാണ്. കൃഷിക്കും കുടിവെള്ളത്തിനും വ്യവസായങ്ങൾക്കും ഞാൻ ജലം നൽകുന്നു. പക്ഷേ ഇന്ന് ഞാൻ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും രാസവസ്തുക്കളും എന്റെ ജലത്തെ മലിനമാക്കുന്നു. ഇന്ന് എന്റെ ജലത്തിലെ പല ജീവജാലങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു. ജലമില്ലാതെ ജീവനില്ല. എന്നെ സംരക്ഷിക്കുന്നത് മനുഷ്യ ജീവിതത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ജലം പാഴാക്കാതിരിക്കുക, നദികളെയും കുളങ്ങളെയും മലിനമാക്കാതിരിക്കുക. ഇനി ഈ ഭൂമിയുടെ മാതാവായ ഭൂമിയമ്മന്റെ അടുത്തേക്ക് പോകാം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ജീവിക്കുന്ന ഗ്രഹമാണ് ഞാൻ. നിങ്ങൾ ശ്വസിക്കുന്ന വായുവും കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ഭക്ഷണവുമെല്ലാം ഞാൻ നൽകുന്നു. പക്ഷേ ഇന്ന് ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്. വനനശീകരണം, മലിനീകരണം, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ജലദുരുപയോഗം എന്നിവ എന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. എന്നിരുന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഈ ഭൂമിയുടെ ഭാവിയാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾ നാളേക്ക് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഒരു മരം നട്ടുപിടിപ്പിക്കുക, ഒരു തുള്ളി വെള്ളം പോലും പാഴാക്കാതിരിക്കുക, പ്രകൃതിയെ സ്നേഹിക്കുക. അപ്പോൾ ഈ ഭൂമി വീണ്ടും പച്ച പുതച്ച സുന്ദരമായ ലോകമാകും. ഭൂമി അമ്മയുടെ സന്ദേശം നമ്മൾ കേട്ടു. ഇനി കുട്ടികളുടെ പ്രതികരണം കേൾക്കാം. പ്രകൃതിയുടെ വേദന ഞങ്ങൾ കേട്ടു. ഭൂമിയെ സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും ജലം സംരക്ഷിക്കാനും പ്ലാസ്റ്റിക് ഉപയോഗം കുറക്കാനും ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഭൂമിയെ സംരക്ഷിക്കാൻ ഇനി ഞങ്ങൾ മുന്നിലുണ്ടാകും. പ്രകൃതി സംസാരിച്ച ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്.
ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത, ഭൂമിയെ രക്ഷിക്കാൻ കുട്ടികൾ തയ്യാറായി. ഹരിതഭൂമി നമ്മുടെ ഉത്തരവാദിത്തം.